പ്രശസ്ത മാധ്യമ പ്രവർത്തക ശ്രീമതി നീലു വ്യാസ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അത് ഇൻ്റർവ്യൂ ചെയ്തത് യഥാർത്ഥ ഒരു ഇൻ്റർവ്യൂ എന്ന് തന്നെ പറയാൻ ഒക്കത്തില്ല. കാരണം ഒരു ഡിസ്കഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ പലപ്പോഴും പല ഭാഗങ്ങളും. അത് ഇൻ്റർവ്യൂ ചെയ്തത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ അതിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന നേഹ വോറ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്. കാരണം അതിപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രായമേ ഉള്ളൂ. ആ പെൺകുട്ടി നമ്മുടെ നാടിൻ്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ച ഒരു പെൺകുട്ടിയാണ്. കാരണം 23 ദിവസം അത് നിരാഹാര സത്യാഗ്രഹം നടത്തിയതാണ് ജന്തർ മന്ദറിൽ CJPയുടെ ആ പ്രതിഷേധ സമരത്തോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ പെൺകുട്ടി തരുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇവരെന്ത് മിടുക്കരാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ എടുത്തു വെച്ച് കാണണം. നമുക്കിത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് പുറത്തോട്ട് കൊണ്ടുവരത്തില്ല. അതിൻ്റെ കാരണം ആ പെൺകുട്ടി പറയുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയയെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ BJP ആണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നുവെച്ചാൽ സർക്കാരാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ശരിയുമാണ്. കാരണം ഒരു പുതിയ സർവേ പുറത്തു വന്നതനുസരിച്ച് മൊത്തം 180 രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 157 സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല എന്ന് കണക്കാക്കിയാൽ മതി. 180 രാജ്യങ്ങളിൽ 157 സ്ഥാനമാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി അതിനകത്ത് ഉള്ള ചർച്ചാ വിഷയങ്ങൾ ഒന്ന് നോക്കാം. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഞാനിത് എൻ്റെ അഭിപ്രായമല്ല ഇതൊന്നും. ഇത് ഇവർ രണ്ടുപേരും, അതായത് നീലു വ്യാസും അതുപോലെ തന്നെ നേഹ വോറയും തമ്മിലുള്ള ആ ഡിസ്കഷൻ ആ ഇൻ്റർവ്യൂവിലും അതിൽ വന്നേക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് ആരും എടുക്കേണ്ട, എൻ്റെ അഭിപ്രായമല്ല. പക്ഷേ അത് നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് അതായത് ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെ എത്രമാത്രം നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആ രീതിയിൽ എന്നെ അത് സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പുറത്ത് പറയുന്നത്. ഇനി അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തന്നെത്താൻ അങ്ങോട്ട് ഇപ്പോൾ റീലുകൾ ഇടാറുണ്ട്. അങ്ങനെ അവസാനം വന്ന റീലിലെ ഒരു കാര്യമാണ് ഈ ഡിസ്കഷന് ആധാരമായിട്ട് വന്നേക്കുന്നത്. അതിൽ ശ്രീ നരേന്ദ്രമോദി പറയുന്നു, ഇത് മിസ്ഗൈഡഡ്, അതായത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട യുവത്വം, അതായത് ഇത് അവിടെ യുവാക്കൾ എന്ന് പറയുന്നവർ, യുവ ജനത എന്ന് പറയുന്നവർ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹമാണ്, തെറ്റായി നയിക്കപ്പെട്ട, അതായത് മിസ്ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്. പിന്നെ അദ്ദേഹം അതുപോലെ പറഞ്ഞു, അവർക്ക്, അതായത് എന്നെക്കുറിച്ച് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയെ തെറി പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് അവർ പറഞ്ഞേക്കുന്നതിനൊക്കെ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം നീലു വ്യാസ് നേഹ ബോറ എടുത്ത് ചോദിക്കുകയാണ്. അപ്പം നേഹ ബോറ അതിന് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾക്ക് മാപ്പ് തരാനോ? ഞങ്ങൾക്ക് മാപ്പ് തരാൻ പ്രധാനമന്ത്രി ആരാണ്? ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കത്തില്ല. എന്ത് കാരണങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അതും പറയുന്നുണ്ട്. അതായത് അപ്പം അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതിന് ഇവരെ തെറ്റായി നയിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ യുവത്വം, അതുകൊണ്ടാണ് മാപ്പ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നാക്കും പല്ലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ നാക്കിൽ പല്ലു കടിച്ചു പോകും, പക്ഷെ പല്ലിനെ നമ്മൾ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് കറക്ഷനാണ്. അതായത് ഇങ്ങനെ തെറ്റായി നയിക്കപ്പെട്ട ഈ സമൂഹത്തിനെ കറക്റ്റ് ചെയ്ത് നേരായി കൊണ്ടുവരണം കേട്ടോ. ഇവർ തെറ്റായി നയിക്കപ്പെട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരായി നയിക്കപ്പെടണം. അല്ലാതെ പ്രതികാര വാഞ്ചയോടെ, റിട്രിബ്യൂഷൻ
പ്രതികാര ബാഞ്ചയോടുകൂടി അവരുടെ പെരുമാറുകയല്ല ചെയ്യുന്നത്. ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞെന്നും പറഞ്ഞ് ആളുകളുടെ പേര് കേസെടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് പറയുന്നത് ഈ മാപ്പ് കൊടുത്തെന്നും ഇനി നമുക്ക് ഇവരുടെ അടുത്ത് പ്രതികാരമല്ല വേണ്ടതെന്നും ഒരേ ശ്വാസത്തിൽ പറയുകയാണ്. അത് നീരു വ്യാസ് ചോദിക്കുന്നുണ്ട് അതേ കാര്യം. പിന്നെ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് നമ്മുടെ ഈ സംസ്കാരത്തിനേറ്റ ഒരു ആഘാതമാണ് എന്നാണ് ഇവരുടെ ഈ പ്രവൃത്തികൾ. ആരുടെ യുവജനങ്ങൾ ജന്തർ മന്തർ നടത്തിയത് നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും വലിയ ആഘാതമാണ് എന്നാണ്. ചിരിക്കാൻ അല്ലാതെ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ചോദിച്ചു. അന്നേരം ഈ പെൺകുട്ടി അതിന് പറഞ്ഞ മറുപടിയാണ് രസകരമായിട്ടുള്ളത്. ഈ RSS ഹാർഡ് ലൈൻസ്, RSSൻ്റെ ഹാർഡ് കോർ കേട്ടോ, അതിൻ്റെ അവർക്ക് ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുമില്ലേ? മനസാക്ഷിക്കേറ്റ ആഘാതം എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ചോദിക്കുക, ഈ RSSൻ്റെ വലിയ ആളുകൾക്ക് മനസാക്ഷി ഒന്നും എന്ന് പറയുന്നതില്ലേ കേട്ടോ. ഇനി അദ്ദേഹം മാത്രമല്ല പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞത്, ഈ പ്രസ്താവനകളിലൂടെ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ ഭാഗമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ പോകണം. ഇനി അദ്ദേഹം ഞങ്ങൾക്ക് മാപ്പ് തരത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കത്തില്ല. എന്തിനൊക്കെ? ഞങ്ങളെ ടെററിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്, അതായത് 17ഉം 18ഉം വയസ്സൊക്കെ ഉള്ള ഈ കുട്ടികളെ ടെററിസ്റ്റുകൾ, ഭീകരർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന് എപ്പോൾ വരെ? ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുന്നത് വരെ ഞങ്ങളെ വിളിച്ചത് ടെററിസ്റ്റ് എന്നാണ്, ഭീകരരെന്നാണ്. അപ്പോൾ അതിന് ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല നരേന്ദ്രമോദിക്ക്. എന്നിട്ട് അതുപോലെ തന്നെ ഞങ്ങളെ വൈറസ് എന്ന് വിളിച്ചില്ലേ, അത് വേറെ ആരുമല്ല, നരേന്ദ്രമോദിയുടെ പാർട്ടിയായ BJPയുടെ പ്രസിഡൻ്റാണ് ഞങ്ങൾ വൈറസുകളെന്നാണ് ഞങ്ങളെ വിളിച്ചേക്കുന്നത്. അതിന് ഞങ്ങൾ നരേന്ദ്രമോദിക്ക് മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ IT സെല്ലുണ്ടല്ലോ, BJPയുടെ IT സെല്ലിൽ നയിക്കുന്ന മാളവ്യ ഞങ്ങളെ റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് ഞങ്ങൾ മാപ്പ് കൊടുക്കത്തില്ല. ഞങ്ങൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്, റേപ്പിനെ അതായത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെന്ന് വിളിച്ചു പറഞ്ഞ BJPയുടെ നേതാക്കളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒക്കെ ഉണ്ടല്ലോ. അതിന് ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ റേപ്പ് ലവിങ്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതുപോലെ നമ്മുടെ സംസ്കാരത്തിനേറ്റ ഷോക്ക് എന്ന് പറഞ്ഞത് എന്തോന്നറിയും? അതാ രസമായിട്ടുള്ളത്. 4 ജില്ലകളിൽ, ബീഹാറിലെ 4 ജില്ലകളിലെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, കസ്റ്റഡിയിലെടുത്ത്, അവരെ വിട്ടിട്ടില്ല ഇപ്പോഴും. അതുപോലെ പല സംസ്ഥാനങ്ങളിലും അവിടെ അതിന് അപ്പോൾ പറയുന്നത് ഇത് ആരുടെ സംസ്കാരത്തിന് ഏൽക്കുന്ന ആഘാതമാണ്. എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നു, ഞങ്ങളുടെ ദേഹത്ത് പെല്ലറ്റുകൾ പായിച്ചപ്പോൾ, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ആ പെല്ലറ്റുകൾ പായിച്ചപ്പോൾ അതിൻ്റെ ധാർമ്മികത എന്താണ് നരേന്ദ്രമോദി പറയാത്തത്? ആദ്യമൊക്കെ ഡിനേ ചെയ്തു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. അവസാനം അതിന് തെളിവ് വന്നു. രാഹുൽ ഗാന്ധിയൊക്കെ ഇത് വെളിയിലേക്ക് കൊണ്ടുവന്നു, ആളുകളെ കാണിച്ചു. മീഡിയ ഒന്നും കാണിക്കത്തില്ലല്ലോ, അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കാണിക്കാറില്ല. കാണിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. അത് വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ എന്താണ്? അത് ഈ പെല്ലറ്റ് ഗൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതിലെ ധാർമ്മികത എന്താണ്? അതിൻ്റെ ഉത്തരവാദി ആരാണ്? അമിത്ഷാ അല്ലേ അതിൻ്റെ ഉത്തരവാദി? ഈ പെൺകുട്ടി ചോദിച്ചാണ്. അമിത്ഷായും അവിടുത്തെ കമ്മീഷണറല്ലേ? കമ്മീഷണർ രായ്ക്ക് രാമാനം ഉണ്ടായിരുന്ന ഒരു കമ്മീഷണർ മാറ്റിയിട്ടാണ് പുതിയ ആളിനെ കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയോ? ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ. അതാണ് ജൂലൈ 20 നടന്ന ലാത്തി ചാർജും അതിനോടുള്ള സംഭവവികാസങ്ങളും. അത് പിന്നെ നരേന്ദ്രമോദി ഈ പറയുന്നല്ലോ സംസ്കാരത്തിനേറ്റ ആഘാതമെന്ന്. അപ്പോൾ ആ കുട്ടി ചോദിക്കുക, ജേഴ്സി കൗ എന്നുള്ള പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചു. അത് സാംസ്കാരികത്തിനേക്കുന്ന ആഘാതമല്ലേ? അതുപോലെ തന്നെ
കോണ്ടസ് കോണ്ടസിൻ്റെ വിധവ എന്ന് ഉള്ള സംബോധന, അത് സാംസ്കാരികത്തിന് ഏൽക്കുന്ന ആഘാതമല്ലേ, അതിൻ്റെ ധാർമ്മികത എവിടാണ് എന്ന് ചോദിച്ചു. അത് ഈ ഇങ്ങനെയാണ് ഉള്ള കാര്യങ്ങളാണ് ആ കുട്ടി ഇതുപോലെ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ചോദിച്ചു അവിടെ ഈ പെൺകുട്ടികളെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി ദേഹത്ത്, അതിൻ്റെ ധാർമ്മികത എവിടാണ്? എന്നിട്ട് പറഞ്ഞു, നരേന്ദ്രമോദിക്കും അതുപോലെ അമിത്ഷായ്ക്കും വെളിയിൽ മുഖം കാണിക്കാൻ ഒക്കത്തില്ല, കാരണം ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടതായിട്ട് വരും. അവർക്ക് പാർലമെൻറ്റിൽ പോകാനുള്ള ധൈര്യമില്ല. ഇതിൻ്റെയൊക്കെ ധാർമ്മികത എവിടാണ്? ഈ ചോദിക്കുന്ന അർത്ഥമുള്ളതല്ലേ? ഒളിച്ചിരുന്നുകൊണ്ട് റീലിടുകയല്ല വേണ്ടത്, ജനമധ്യത്തിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവണം. ഇത് അവിടെ ഉള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അമിത്ഷായ്ക്കൊന്നും ആളുകളെ ഫേസ് ചെയ്യാനൊക്കത്തില്ല, ആരെയും ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഇതുപോലുള്ള ഈ വൃത്തികേടുകളെല്ലാം കാണിച്ചിട്ട് ഫേസ് ചെയ്യാനൊക്കത്തില്ല. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആലോചിക്കേണ്ടതാണ്. ഞങ്ങൾ നിരാഹാരം കിടന്ന സ്ഥലത്തേക്ക് എന്തിന് ഈ കണ്ണീർവാതക ഷെല്ലുകൾ ഇടണം? ജന്തർ മന്ദറിൽ ഞങ്ങൾ വെറുതെ ഇരുന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമരം ചെയ്തെന്ന ആളുകൾ, അവർ ഞങ്ങൾ എങ്ങും ആരെയും അടിക്കാനൊന്നും പോയില്ല, ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് കടന്നു കയറി അവിടെ കൊണ്ടുവന്ന് ഈ കണ്ണീർവാതക ഷെല്ലുകൾ ഇടേണ്ട കാര്യം എന്താണ്? വെറുതെ ഇരുന്ന ഞങ്ങളെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെക്കേണ്ടതായിട്ട് വന്നതിൻ്റെ കാരണം എന്താണ്? എന്ത് ചെയ്തിട്ടാണ്? ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോയിട്ടില്ല, വെളിയിലോട്ട് ഞങ്ങൾ പോയില്ല, ഇരുന്ന് എന്തിന് ഇത് ചെയ്തു? അവിടെ കയറി ഈ അട്രോസിറ്റീസൊക്കെ നടത്തി പെൺകുട്ടികളെ ഒരുപാട് പേരെ ഉപദ്രവിച്ചു. അത് ഞങ്ങളാരും പോയി അങ്ങോട്ട് നിന്നു കൊടുത്തല്ലോ. എന്നിട്ട് ആ ഉപദ്രവിപ്പിക്കപ്പെട്ട ഈ യുവത്വത്തിനെ പറയുന്നതാണ് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരെന്ന്. അപ്പോൾ ഈ പെൺകുട്ടി ഇതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ, അവസരമുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ നീലു വ്യാസ് ഈ നേഹ ബോറയെ നടത്തിയ ഇൻ്റർവ്യൂ അവർ തമ്മിലുള്ള ആ ഡിസ്കഷൻ ഒന്ന് കാണണം, കണ്ണ് തുറക്കണം, ഇത് മനസ്സിലാക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞ എന്തെന്നറിയോ? ഇനി ഞങ്ങൾ, അതായത് നരേന്ദ്രമോദി പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾ ഇവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പോവുകയാണ്, അല്ലാതെ ഞങ്ങൾ ഇവരെടുത്ത് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്ന്. ഇപ്പോഴും കേസെടുത്തുകൊണ്ടിരിക്കുക, എന്നിട്ടായി പറയുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും അദ്ദേഹം ഇനി നല്ല രീതിയിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കല്ലേ, നമുക്കെല്ലാം ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതിനെ ഇത് പറഞ്ഞതാണ്. ശരിയാണ്, അദ്ദേഹം നമ്മളെ നേരായിട്ട് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നേർവഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നടന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചത്. ഇനി അടുത്തത് നടക്കേണ്ടത് അമിത്ഷായെ കൊണ്ട് രാജിവെപ്പിക്കണം. അതാണ് ഇനി അടുത്തത് നമ്മളെ നേർവഴി നടത്തുന്നത്. പിന്നെ അതിൻ്റെ അവസാനമായിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രാജി പേപ്പേഴ്സ്, റെസിഗ്നേഷൻ പേപ്പേഴ്സ് ഒപ്പിടുന്നതാണ് അത്. അങ്ങനെയാണ് നമ്മൾ അതുമൂലം നമ്മുടെ രാജ്യമൊന്നും നശിക്കത്തില്ല. ഇവിടെ ഭരിക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്, കൊള്ളാവുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ട്, ജനങ്ങളുണ്ട്. ഈ പെൺകുട്ടിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വളരെ നമ്മൾ അട്രാക്റ്റഡ് ആയി പോകും ആ രീതിയിൽ. കാരണം അത്രത്തോളം കഴിവുള്ള യുവത്വം നമ്മുടെ ഈ രാജ്യത്തുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നുന്നു. ഒരു പെൺകുട്ടി ഇത്രയും നന്നായിട്ട്, അതായത് ഇത് ഒന്നും പഠിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ ഒന്നും അല്ല, അതിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു, അത് ചോദിച്ചത്, ആ ചോദ്യങ്ങൾക്കൊക്കെ അത് പറയുന്ന മറുപടികൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇത് കണ്ണുള്ളവരുണ്ടല്ലോ, കണ്ണ് തുറന്ന് കാണണം. കേൾവി ശക്തി ഉള്ളവരുണ്ടല്ലോ, ചെവി ഒന്ന് തുറന്നു വെച്ചത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം, തിരിച്ചറിയണം ഈ യുദ്ധത്തിൻ്റെ കഴിവ്. ഈ യുദ്ധത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതാണ് ഇപ്പോൾ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് അതാണ്.